സത്യം പറയാനൊരുങ്ങുന്ന സുധീനെ ശ്രുതി മുറിയിലേക്ക് കൊണ്ടുപോകുന്നത് കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. തുടർന്ന് ഇനി ഇത് ആവർത്തിക്കരുതെന്ന് അച്ചമ്മ സച്ചിനെ താക്കീത് ചെയ്യുന്നു. പിന്നീട് മുറിയിലെത്തുന്ന ശ്രുതിയോട് ശ്രുതി ദേഷ്യപ്പെടുകയും തല്ലുകയും ചെയ്യുന്നു. പിന്നീട് നിന്റെ ഇളയച്ചൻ്റെ മുമ്പിൽ സുധീനെ അപമാനിക്കാനായി സച്ചി ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് ചന്ദ്രമതി ശ്രുതിയോട് പറയുന്നു. ശേഷം ബിസിനസ് ചെയ്യാനായി സുധീനെ സഹായിക്കാൻ നിന്റെ അച്ഛനോടും ഇളയച്ചനോടും എത്രയും പെട്ടെന്ന് പറയണമെന്നും ബിസിനസ് തുടങ്ങിയാൽ എല്ലാം ശരിയാകുമെന്നും ചന്ദ്രമതി പറയുന്നതോടെ ശ്രുതിയുടെ ടെൻഷൻ കൂടുന്നു. പിന്നീട് മദ്യം നൽകി മലേഷ്യക്കാരൻ്റെ ഉള്ളിലുള്ളതെല്ലാം എടുക്കാനുള്ള പ്ലാൻ നടക്കാതെ പോയല്ലോ എന്ന് മഹേഷ് സച്ചിയോട് പറയുമ്പോൾ നാളത്തെ എൻ്റെ പ്ലാൻ വിജയിക്കുമെന്നും അയാളെ കൊണ്ട് ഞാൻ എല്ലാം പറയിപ്പിക്കുമെന്നും സച്ചി പറയുന്നു. ഇതെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുന്ന ശ്രുതി ഞെട്ടിപ്പോകുന്നു. ശേഷം സച്ചിയുടെയും മഹേഷിൻ്റെയും സംസാരത്തിൽ നിന്നും സുധീനെ കുടിപ്പിച്ചത് ഇളയച്ചനാണെന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നു. ശേഷം ശ്രുതിയും ഇളയച്ചനും നടത്തുന്ന നാടകം നാളെ ഞാൻ പൊളിക്കുമെന്ന് സച്ചി പറയുന്നത് കേട്ട് ശ്രുതി ഞെട്ടിപ്പോവുകയും ഇളയച്ചൻ ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്നു. പിന്നീട് മുറിയിലെത്തുന്ന ശ്രുതി സുധീനെ കുടിപ്പിച്ചതിന് ബീരാനോട് ദേഷ്യപ്പെടുന്നു. തുടർന്ന് നാളെ തന്നെ നിങ്ങൾ തിരികെ പോകണമെന്നും നിങ്ങളുടെ ഭാര്യയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് നാളെ ഒരു കോൾ വരുന്നതായി ഞാൻ എല്ലാവരോടും പറയുമെന്നും അത് കേട്ട് എൻ്റെ ഭാര്യയെ എനിക്ക് ഉടനെ കാണണമെന്ന് പറഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്നും ശ്രുതി ബീരാനോട് പറയുന്നു. പിറ്റേ ദിവസം രാവിലെ അടുക്കളയിൽ എത്തുന്ന രേവതിയോട് ചന്ദ്രമതി ദേഷ്യപ്പെടുകയും 2 ദിവസം കഴിഞ്ഞാൽ നീ എൻ്റെ വീട്ടിലേക്ക് തന്നെ വരുമെന്നും ചന്ദ്രമതി രേവതിയോട് പറയുന്നു. ശേഷം ചന്ദ്രമതി ഇളയച്ചന് ചായ കൊടുക്കുകയും എല്ലാവരും സംസാരിച്ചിരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ശ്രുതിനെ ഞങ്ങൾ പൊന്നുപോലെയാണ് നോക്കുന്നതെന്നും ശ്രുതിയുടെ അച്ഛനോട് എത്രയും പെട്ടെന്ന് ശ്രുതിനെ ഞങ്ങളെ കാണാൻ വരണമെന്ന് പറയണമെന്നും ചന്ദ്രമതി ഇളയച്ചനോട് പറയുന്നു. ഇത് കേൾക്കുന്ന ഇളയച്ചൻ എത്രയും പെട്ടെന്ന് ഏട്ടനെ ഞാൻ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയുന്നു. ഇതേ സമയം അവിടെ എത്തുന്ന ശ്രുതി ഇളയമ്മ വിളിക്കുന്നതായി അഭിനയിക്കുകയും ഇളയമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നും ഇളയച്ചൻ എത്രയും പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞുവെന്നും പറയുന്നു. ഇത് കേട്ട് ഏത് ഇളയമ്മയെന്ന് ബീരാൻ ചോദിക്കുന്നതോടെ എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.